എടാ ടിൻഡു, സ്ക്രൂ ഡ്രൈവർ എവിടെ? ഡ്രൈവർ പോയി. 5-6 മാസത്തെ ശമ്പളം കിട്ടാഞ്ഞ ഏത് ഡ്രൈവറാ പോവാത്ത? ടിൻഡു, ആ ഡ്രൈവർ അല്ല, സ്ക്രൂ ഡ്രൈവർ. അതെവിടെന്ന്? അതാരാ ഞാനറിയാത്തൊരു ഡ്രൈവർ? എന്റെ ദൈവമേ, ഇവനെ ഞാനിപ്പോ വല്ലതും ചെയ്തു പോവും. എടാ ദാ ആ കാണുന്നതാണ് സ്ക്രൂ ഡ്രൈവർ. അതിങ്ങടുത്തെ. അത് ശരി, ഈ കമ്പി കഷ്ണത്തിനും ഡ്രൈവർ എന്നാണോ പേര്? കൊള്ളാലോ. എടാ ശരിക്കും നോക്കി പഠിച്ചോണം. എവിടെയാ എപ്പോഴാ വണ്ടി നിന്ന് പോവാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പഠിച്ചു വെച്ചാ അപ്പൊ ഉപകരിക്കും. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ? ഈ തല്ലിപ്പൊളി കാറ് തൂക്കി വിറ്റിട്ട് വേറെ പുതുതൊന്നും വാങ്ങിക്കാൻ എത്ര കാലായി പറയണു? നിനക്കത് പറയാം. ഈ കാറേ എന്റെ അച്ഛൻ ഓടിച്ചിരുന്നതാ. അങ്ങനെ പറ. പുള്ളി ഓടിച്ച് ഓടാത്ത പരിവായപ്പോ അച്ഛന് തന്ന് തടിയൂരി. അത് പറഞ്ഞാ മതിയല്ലോ. മിണ്ടാതെ നില്ലടാ, മര്യാദക്ക് ഇതെല്ലാം കണ്ടു പഠിക്ക്. അച്ഛാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേ തെക്കേലെ ജോസി അങ്കിളിന്റെ നായ എന്നെ കടിക്കാൻ വന്നു. എടാ, നായ കടിക്കാൻ വന്നാ ഒട്ടും ഭയക്കരുത്, ധൈര്യപൂർവ്വം നേരിടണം. എന്താ, നായുമായിട്ട് ഗുസ്തി പിടിക്കണം? അങ്ങനെയല്ല, ഒരു കല്ലെടുത്ത് എറിയുന്നത് പോലെ കാണിച്ചാ മതി, നായ ഓടിപ്പോവും. പിന്നെ നല്ല കാര്യായി. ഞാൻ അതൊക്കെ ചെയ്തു നോക്കി. നായ പിന്നെയും മുന്നോട്ട് വരിക. അവസാനം ഞാനൊരു പണി ചെയ്തു. ഓടിക്കാണും. ഏയ്, ഞാൻ ഓടിയില്ല, നായ ഓടിയത്. നീ എന്ത് പണിയാ ചെയ്തത്? ഞാനൊരു ശാസ്ത്രീയ സംഗീതം അങ്ങ് പാടി. ഇത് കേട്ടപ്പോ നായ ഒറ്റ ഓട്ടം. പക്ഷെ ഓടിയ ഓട്ടത്തില് നായ പൊട്ടക്കിണറ്റിൽ വീണു. കിണറ്റിന്ന് ഭയങ്കര കൊരയായിരുന്നു. ദൈവമേ, ചതിച്ചോ? എടാ, എന്നിട്ടിപ്പൊ എങ്ങനെയുണ്ടടാ? ഇപ്പൊ കിണറ്റിന്ന് കൊരയൊന്നും കേൾക്കാനില്ല. മൈ ഗോഡ്, പതുക്കെ പറഞ്ഞോ. ജോഷി അങ്കിള് കേട്ടാ നിന്നെയും പിടിച്ച് കിണറ്റിലിടും. നീ ആ 10ന്റെ സ്പാനറിങ് എടുത്തേ. ഇതെന്താടാ 2 10ന്റെ സ്പാനർ കാണുന്നില്ല, പകരം 5ന്റേത് 2 എടുത്തു. വർക്ക് നടക്കട്ടെ അച്ഛാ.